തിരുപ്പറവയ്ക്ക് വേണ്ടി ദൈവത്താൽ ഒരുക്കപ്പെടുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. വന്ധ്യ ആയിരുന്ന എലിസബത്ത് ഗർഭം ധരിക്കുന്നു. 5 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. വന്ധ്യരായ ദമ്പതികൾ. മക്കളില്ലാത്ത വാർദ്ധക്യത്തിൽ എത്തിയ എലിസബത്തിൻ്റെ ഭർത്താവായ സക്കറിയ. സക്കറിയ എന്ന പേരിൻ്റെ അർത്ഥം യാഹ്വേ റിമെമ്പേഴ്സ്, യഹോവ ഓർക്കുന്നു എന്നാണ്. പഴയ നിയമത്തിൽ 32 വ്യക്തികൾക്ക് ഈ പേരുണ്ട്. പുതിയ നിയമത്തിൽ 2-3 പേർക്ക് ഈ നാമമുണ്ട്. എലിസബത്ത് എന്ന പേരിൻ്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ഓത്ത് എന്നാണ്. ദൈവം എൻ്റെ പ്രതിജ്ഞ എന്നാണ്. ദൈവത്തിൻ്റെ ആരാധിക എന്നാണ് അതിനർത്ഥം. ഏറ്റവും ബഹുമാന്യരായ പുരോഹിത ദമ്പതികൾ ആയിരുന്നു അവർ. എന്നാൽ മക്കൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഏറ്റവും നിന്ദ്യരായി തീർന്നവരും. രണ്ടാമത്തെ ഹതഭാഗ്യം അവരുടെ ജീവിതം ഹെറോദസിൻ്റെ നിഷ്ഠൂരമായ കാലയളവിൽ ആയിരുന്നു എന്നതാണ്. BC 37 മുതൽ 34 വരെയുള്ള കാലയളവ്. 2. സക്കറിയായ്ക്ക് ധൂപം സമർപ്പിക്കുവാൻ കുറി വീണു. ദിനവൃത്താന്ത പുസ്തകത്തിൽ 24-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പുരോഹിതരെ 24 ഗണങ്ങളായി തിരിച്ചിരിക്കുന്നു. സക്കറിയായുടേത് അബിജിയായുടെ ഗണത്തിൽ പെട്ടതായിരുന്നു. ആരാധനയ്ക്ക് ക്രമമനുസരിച്ച് 8-ാം പക്കം നിയോഗിക്കപ്പെട്ടവരാണ്. ഓരോ ദിവസവും 50 പുരോഹിതർ ഉണ്ടായിരുന്നു ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി. ഈ ദിവസം സക്കറിയായിക്കാണ് കുറി വീണത്. 3. സ്നാപകനെ കുറിച്ചുള്ള ജനന സന്ദേശം. 12 കാര്യങ്ങളാണ് സക്കറിയായോട് മാലാഖ പറയുന്നത്. 1. ഭയപ്പെടേണ്ട. 2. നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. 3. എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും. 4. നീ അവന് യോഹന്നാൻ എന്ന് പേരു നൽകണം. 5. അവൻ നിനക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാക്കും. 6. അവൻ്റെ ജനനത്തിൽ ഏറെ പേർ ആനന്ദിക്കും. 7. അവൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയവനായിരിക്കും. 8. വീഞ്ഞോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ ഇല്ല. 9. അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. 10. ഇസ്രയേലിൽ വളരെ പേരെ അവൻ കർത്താവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരും. 11. ഏലിയായുടെ ശക്തിയോടും ചൈതന്യത്തോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ നടക്കും. 12. ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനായി. 4. സക്കറിയ ഊമനാകുന്നു. ഞാൻ ഇതെങ്ങനെ അറിയും? ഗബ്രിയേൽ ദേവദൂതൻ 3 കാര്യങ്ങളിലൂടെ അവൻ്റെ വിശ്വാസമില്ലായ്മയെ ദൃഢീകരിക്കുകയാണ്. 1. ഞാൻ ഗബ്രിയേലാണ്. 2. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നതാണ്. 3. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായി വാർത്ത അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നീ വിശ്വസിക്കായകയാൽ ഇത് സംഭവിക്കുന്നതുവരെയും നീ ഊമനായിരിക്കും. ദൈവിക വെളിപാടുകളെ വിശ്വസിക്കുവാനും വിശ്വാസത്തോടുകൂടി പങ്കുവച്ചു കൊടുക്കുവാനും നമുക്ക് ആകണം. 5. എലിസബത്ത് ഗർഭം ധരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. നാമൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് വേണ്ടി വീണ്ടും ജനിക്കുന്നത്. ക്രിസ്തുമസിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് മറക്കാതിരിക്കാം. വിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.